യൂത്ത് നമുക്ക് കുഴപ്പമില്ല, 2K കിട്ടുന്ന കണ്ടിരിക്കാം. അല്ല നമുക്ക് കണക്ട് ആവും പടം. കണക്ട് ആവണം. ചിലവർ കണക്ട് ആവും, ചിലവർ കണക്ട് ആവില്ല. യൂത്ത് കൊള്ളാം, നല്ല മൂവി. കുറേ നാളുകൾക്ക്, അതായത് ഒരേ കൈൻഡ് ഓഫ് സ്റ്റോറി തന്നെയാണ്. മീൻസ് ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ മെസ്സേജ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കെൻ കരുണാസ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജ് എല്ലാ ടൈമിലെയും ഈ എല്ലാ ക്യാരക്ടേഴ്സും അയാൾക്ക് കിട്ടുന്ന എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ വളരെ ബെറ്ററായിട്ട്, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോ പോലെ പോയിട്ട് ചെറിയ കോമഡി കാര്യങ്ങളെല്ലാം. സെക്കൻഡ് ഹാഫാണ് പടം കുറച്ചുകൂടെ കയറുന്നത്. സെക്കൻഡ് ഹാഫ് ഇമോഷൻസ് കാര്യങ്ങൾ, ക്ലൈമാക്സ് ഇമോഷൻസ് കാര്യങ്ങൾ, പിന്നെ പാരൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെസ്സേജ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അവളുള്ള അവൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. എന്താ വെച്ചാൽ എന്താണ്, ഇപ്പോൾ യൂത്തിന് വേണ്ടിയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പാരൻസിനും അത്യാവശ്യം കാണാം, എല്ലാവർക്കും കാണാം, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു ചിത്രമാണ്. അപ്പോൾ പുള്ളി ആ ഒരു കഴിവ് വെച്ചിട്ട് അത്യാവശ്യം പുള്ളി എടുത്തേക്കുന്നത് നല്ല രീതിയിൽ എടുത്തേക്കുന്നത്. വേറെ പ്രശ്നമൊന്നും കണ്ട് മടുത്ത പടമായിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ ഇതൊക്കെ നമ്മൾ ഇത് തന്നെ, നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ എല്ലാവർക്കും സിനിമ എടുക്കണമെന്ന് പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഫാമിലി കൊള്ളാം, നല്ല പടമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റർടൈൻമെൻറ്റും ഇമോഷൻസും കളക്റ്റീവ് ബാലൻസ് ചെയ്തൊരു സിമ്പിൾ പടം. കൊള്ളാം, നല്ലൊരു പടം. നല്ലൊരു നമുക്ക് ലാസ്റ്റൊക്കെ എനിക്കൊരു പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നി. അതുകൊണ്ട് മൊത്തത്തിൽ ഓവറോൾ ഒരു ഹാപ്പിയാണ്. ഇത് സ്റ്റോറി വൈസ് കുറച്ച് ക്ലീശ ആണെങ്കിൽ പോലും, അതായത് പണ്ടത്തെ ടൈപ്പ് ഓഫ് ഒരു ഇതാണെങ്കിൽ പോലും മൊത്തത്തിൽ ഓവറോൾ പടം നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരും. சூப்பர். തമിഴാണോ? தமிழ் தான். எப்படி இருக்கு படம்? நல்லா இருக்குது. ஓகே, ஃபேமிலியோட பார்க்கலாம். ஃபேமிலியோட பார்க்கலாம், நல்ல படம். പെർഫോമൻസ് ഒക്കെ எப்படி இருக்கு? சூப்பராக இருக்கு. എങ്ങനെയുണ്ട് ബ്രോ? എല്ലാ പടത്തിലും കാണുന്ന പോലെ തന്നെ ബ്രോ, അല്ല വലുതായിട്ടൊന്നുമില്ല. അത് കാണാൻ ടിപ്പിക്കൽ തമിഴ് പടമാണ്. ഒരു എന്റർടൈൻമെന്റ് മൂവി, അത്ര വേറെ വലുതായിട്ടൊന്നുമില്ല. പ്രതീക്ഷ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇത് സെക്കൻഡ് ഇല്ലായിരുന്നു. പിന്നെ നല്ല കോമഡിയൊക്കെ ആയിട്ട് പോയതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ അറിയാം അനാവശ്യമായിട്ട് കൊണ്ടായി പാസവും കാര്യങ്ങളെല്ലാം കൊണ്ട് ടിപ്പിക്കൽ പാസം ഉണ്ടല്ലോ. പടം സെക്കൻഡ് ഹാഫ് പോയപ്പോഴായിരുന്നു. പക്ഷേ കോമഡിയൊക്കെ ഫസ്റ്റ് ഹാഫിൽ കൊള്ളായിരുന്നു, വർക്കൗട്ടായിരുന്നു. പിന്നെ ജി.വി. പ്രകാശിൻ്റെ കുറേ മ്യൂസിക്കിന് വേണ്ടി കുറേ സീനുകളൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ യൂത്തിൻ്റെ പൾസറിഞ്ഞൊരു പടം തന്നെയാണ്. ഇവിടുത്തെ ഒരു വാഴയാക്കാൻ വേണ്ടി അവർ നോക്കിയതാണ്. പക്ഷേ അതെന്തോ പാടിപ്പോയി തന്നെ. സെക്കൻഡ് ഹാഫിൽ ടിപ്പിക്കൽ നമ്മുടെ പഴയ ധനുഷ് പടത്തിലൊക്കെ ഉള്ള അവരുടെ VIP-യിലൊക്കെ പോലെ ഒരു അപ്പ പാസം എല്ലാം നിറച്ച് വേറെ മാതിരി പടം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അത് അങ്ങ് ഇതായില്ല. എന്ന് വെച്ചാൽ വലിയ പുതുമയൊന്നുമില്ല. സുരാജ് കുഴപ്പമില്ല. സുരാജിൻ്റെ ഇമോഷണൽ സീനൊക്കെ നല്ല ഹൈ ആയിരുന്നു. സുരാജ് പോസിറ്റീവ്. പിന്നെ കെന്ന് ഡയറക്ടറും ആക്ടറും എല്ലാം ഒരാൾ, അത് അതിൻ്റെ വേറെ പെർഫോമൻസ് കുഴപ്പമില്ല. ബാക്കി പടം സ്ക്രീൻ പ്ലേ വൈസ് അല്ലാതെ ഒന്നും തോന്നില്ല. പഴയ മാതിരി തന്നെ. ചില സമയത്തൊക്കെ സെക്കൻഡ് ഹാഫ് ബോറടി. ഇവിടെ ഫസ്റ്റ് ഹാഫ് നമുക്ക് അങ്ങനെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ വിചാരിച്ച് നല്ലൊരു ഇതായിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പടം വേറെ ഇതിലോട്ടങ്ങ് വേറെ ഫസ്റ്റ് ഹാഫിൽ പോലത്തെ ആ ഒരു ഹൈയിലോട്ട് സെക്കൻഡ് ഹാഫിന് വന്നില്ല. പടം വേറെ എന്തോ ഒരു ട്രാക്കിലോട്ട് മാറി.